നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീധന പീഡന മരണങ്ങൾ പതിവായിട്ടുള്ള കേരളത്തിൽ എത്രയൊക്കെ നമ്മൾ വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞാലും ഇതൊന്നും തന്നെ സ്ത്രീധനം എന്നുള്ള കാഴ്ചപ്പാടിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയില്ല. ഓരോ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിലായി കോഴിക്കോട് പന്തീരാങ്കാവിൽ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലും ചോദിച്ചതിന്റെ പേരിലും വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ടാണ് ഈ ഒരു പ്രതി അതിക്രൂരമായി ഒരു നവവധുവിനെ മർദ്ദിച്ചത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പെൺകുട്ടി അത് വളരെ ധൈര്യത്തോടെ വീട്ടുകാരോടും അതുപോലെ മാധ്യമങ്ങൾക്ക് മുൻപിലും തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വാർത്ത പുറം ലോകം അറിഞ്ഞത്. എന്നിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. വിദേശത്തേക്ക് കടന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷയം കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ മകൻ ചെയ്ത തെറ്റിനെ മാപ്പു ചോദിച്ച് അമ്മ ഉഷ രംഗത്ത് വരികയാണ്. സംഭവിച്ചതിൽ വിഷമമുണ്ടെന്നും രാഹുൽ രാജ്യം വിട്ടതായി അറിയില്ലെന്നും അവർ പറഞ്ഞു. 2 ദിവസം മുൻപ് വരെ മകൻ വീട്ടിലുണ്ടായിരുന്നു. വിവാഹം ചെയ്ത് യുവതിയുമായി സ്ത്രീധനത്തെക്കുറിച്ച് സംസാരമുണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. അവർ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതാണ്. എന്റെ മകന്റെ ഭാഗത്തു നിന്നൊരു തെറ്റു വന്നു. വീട്ടുകാർ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല അതൊന്നും. ഇരാറ്റുപേട്ടയിൽ പെൺകുട്ടിയുമായി നിശ്ചയം നടന്നിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. അതെവിടെ വെച്ച് എന്നതിനെ കുറിച്ച് തനിക്ക് വ്യക്തതയില്ല. പക്ഷെ താലി കെട്ടിയിട്ടില്ല. ഇതെല്ലാം രാഹുൽ നേരിട്ട് ചെയ്തതാണ്. മകനെ കാണാനില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയില്ല. മകൻ മാറി നിൽക്കുന്നതല്ല. ജർമ്മനിയിൽ നിന്ന് വന്നാൽ വീട്ടിൽ മാത്രമാണ് മകൻ തങ്ങാറുള്ളതെന്നും അമ്മ ഉഷ പറഞ്ഞു. പ്രതി രാഹുൽ ബംഗളൂരിലെ ഓഫീസിന് മുന്നിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് സംശയം. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. ഇന്ന് രാവിലെ രാഹുലിന്റെ വീട്ടിലെത്തിയ പോലീസ് ഇവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു. CCTVയുടെ DVR പോലീസ് കൊണ്ടുപോയി. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് കർണാടകത്തിൽ വെച്ചാണ്. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നും പോലീസ് പറയുന്നു. എന്നാൽ രാഹുലിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. സംഭവത്തിൽ ഫറോക്ക് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഇന്നലെ പരാതിക്കാരിയായ യുവതിയുടെ എറണാകുളം വടക്കൻ പറവൂരിലെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ മൊഴിയെടുക്കൽ രാത്രി 10 മണി വരെ നീണ്ടു. നവവധു, മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ തുടങ്ങിയ പലരുടെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതും അസഭ്യം പറഞ്ഞതും കൊലപ്പെടുത്താൻ ശ്രമിച്ചതും അടക്കം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വിശദീകരിച്ചു. പന്തീരാങ്കാവിലെ രാഹുലിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയപ്പോൾ ഉണ്ടായ അനുഭവം അടക്കമുള്ള കാര്യങ്ങൾ മാതാപിതാക്കളും പോലീസിനോട് വിശദീകരിച്ചു. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായെന്നും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും പ്രത്യേക അന്വേഷണ ചുമതല വഹിക്കുന്ന ACP സാജു P. എബ്രഹാം പറഞ്ഞു. പുതിയ സംഘത്തിന്റെ അന്വേഷണ സംഘത്തിൽ യുവതിയുടെ മാതാപിതാക്കളും വിശ്വാസം പ്രകടിപ്പിച്ചു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. യുവതിയും മാതാപിതാക്കളും നൽകിയ മൊഴിയിൽ പറയുന്ന നിലയിൽ ഉപദ്രവം ഇവരിൽ നിന്ന് യുവതിക്കുണ്ടായോ എന്ന് ബോധ്യപ്പെട്ടാൽ ഇവരുടെ അറസ്റ്റിലേക്കും പോലീസ് കടക്കും. ഒളിവിലുള്ള പ്രതി രാഹുലിനെ കണ്ടെത്താനും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.